എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്നിപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിലാണ് പ്രചാരണ പരിപാടികളുള്ളത്. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. നല്ല വെയിലുണ്ട്. ഇങ്ങനെ ഓടിയെത്തുകയാണല്ലോ എല്ലായിടത്തും. ഓടിയെത്തുകയാണ്. പ്രവർത്തകരുടെ ആവേശം വളരെ കണ്ടില്ലേ. എൻ്റെ പുറകെ എത്രയോ പ്രവർത്തകരാണ്. ഇനി കുറച്ച് പേര് അങ്ങേപ്പുറത്ത് ഇപ്പോൾ തന്നെ ഒരു വേറെ സൈസിൽ വീട് കയറുന്നുണ്ട്. ഷോൺ ജോർജ് വന്നിട്ടുണ്ട്. ഷോൺ ജോർജിൻ്റെ കൂടെയും കുറേ പേരുണ്ട്. എല്ലാ നേതാക്കന്മാരും ഇവിടെ രംഗത്തുണ്ട്. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമാണ്. കണ്ടിപ്പോൾ നമ്മൾ കണ്ടില്ല, അച്ചായൻ വോട്ട് ചോദിച്ചത് പുള്ളി പറഞ്ഞു പണ്ടേ ഇതൊക്കെ ചെയ്യേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിപ്പോൾ മണ്ഡലത്തിൽ വലിയൊരു വിഷയം കൂടിയുണ്ടല്ലോ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട്. അതിൽ LDF ഉൾപ്പെടെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില പൊളിച്ചെഴുതലുകൾ നിയമത്തിൽ വേണം എന്നുള്ളതാണ്. അതേസമയം തന്നെ കേന്ദ്രം അക്കാര്യത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പരിഹരിക്കാൻ എന്ത് നടപടിയാണ് മുന്നോട്ട് വയ്ക്കാം? LDFിൻ്റെ പ്രചരണം തെറ്റിദ്ധാരണാജനകമാണ്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിജി ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ നിയമമൊന്നും കേന്ദ്രം അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഇന്നലെ സുരേഷ് ഗോപിജി വളരെ വ്യക്തമായി ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാവരും കേട്ടതാണ്, TV-യിൽ വന്നതാണത്. അതിനെപ്പറ്റി അതാണ് BJPയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതാണ്. ഇപ്പം അങ്ങിപ്പം MLA ആയിട്ട് വരുന്ന ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും പരിഹാര മാർഗ്ഗങ്ങൾ നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കുക? നിയമം കർശനമാക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം നമുക്ക് ഇവിടെ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നിയമമുണ്ടല്ലോ, നിയമം തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും അത് നടപ്പിലാക്കാത്തതുകൊണ്ടല്ലേ പ്രശ്നം. അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ വികസനം അതാണ്. ഇവിടെ വികസനം ഉണ്ടായാൽ തന്നെ ഇതൊക്കെ പ്രശ്നം മാറും. ഈ മാൻ ആൻഡ് മെൽ കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാട് കയറി നടക്കുന്നുണ്ട്. വികസനം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വികസനം ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ തീരും. നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, നിയമങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ആ പ്രാവർത്തികമാക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അവരത് ചെയ്യുന്നില്ല. കേന്ദ്രത്തെ കുറ്റം പറയുന്നു. കേന്ദ്രം എല്ലാത്തിനും ആൾക്കാണ്. കേന്ദ്രം വികസനമാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. അതിനകത്ത് യാതൊരു പ്രശ്നവും തർക്കവുമില്ല. അങ്ങേക്കൊപ്പം തന്നെ മറ്റ് മത്സരാർത്ഥികൾ ഇവിടെയുണ്ട്. മണ്ഡലത്തിലൊക്കെ ഓടി നടക്കുകയാണ്. ഇപ്പം PV അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നിപ്പം LDFിൽ നിന്ന് ചില ആളുകളെയൊക്കെ കൊണ്ടുവരുന്നു. കുറേ പേര് അദ്ദേഹത്തിനൊപ്പം ചേരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ ആശങ്കകളൊക്കെ ഉണ്ട്? ഇങ്ങനെ പല ഓപ്പറേഷൻസ് പല ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് നടക്കുമല്ലോ, ഒരു സംശയമില്ല. സ്ഥാനാർത്ഥികളെല്ലാം മോശക്കാരല്ല. എല്ലാവർക്കും ഈ നാടിനോടും നാട്ടുകാരോടും ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഓപ്പറേഷൻസ് പല രീതിയിൽ നടക്കും. കുഴപ്പമൊന്നുമില്ല. ഞങ്ങളും ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ NDAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻസ് സജീവമാക്കി അവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസം ആ നിലയ്ക്ക് ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കും. NDA ക്യാമ്പും ആ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്.